ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിന്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഓരോ ആളുകളും. ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമെന്നോണം കേരളത്തിന്റെ വയനാട് ജില്ലയിലെ മുണ്ടക്കൈയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ അനവധി ആളുകളുടെ ജീവൻ കവർന്ന, നമ്മളെപ്പോലെ ഒരു നാട്ടിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ച് രാത്രികാലത്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അലംഘനീയമായ വിധി വന്നപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന പാവങ്ങളുടെ മുന്നിൽ ഇരച്ചു കയറി വന്ന ആർത്തിരമ്പുന്ന മണ്ണും ചെളിയും കല്ലും മഴയും ആയ അവരുടെ ജീവൻ കവർന്നു പോയ നമ്മുടെ എല്ലാം ഹൃദയം പൊട്ടുന്ന ഒരു ഉരുൾപൊട്ടൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവിടെയുള്ള സഹോദരങ്ങൾ പലരും മണ്ണിൻ്റെ അടിയിലാണ്. 300-ൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. അത്രത്തോളം മയ്യത്തുകൾ കിട്ടിയിരിക്കുന്നു. ഓരോ 3 മിനിറ്റ് കൂടുന്തോറും അവിടെ ജനാസ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. ആ മഹലിന്റെ പ്രിയങ്കരനായ ഖത്തീബ് ശിഹാബ് ഫൈസി അടക്കം ഉസ്താദ് അടക്കമുള്ളവർ ആ നാട്ടിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. 100 കിലോമീറ്റർ അപ്പുറമുള്ള മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിൽ നിന്നുമാണ് അവരുടെ മയ്യത്തുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ദുരന്തം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഓരോ ദുരന്തങ്ങളും മാറി 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 നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദുരന്തം മാറി, അതിന് തൊട്ടു മുമ്പ് കർണാടകയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് മണ്ണിൻ്റെ അടിയിലാണ്, അവനെ കിട്ടിയിട്ടില്ല. അതിനു മുമ്പുണ്ടായിരിക്കുന്ന ധാരാളം വിപത്തുകൾ നമുക്കറിയാം, ഓരോ പ്രതിസന്ധികൾ. ഇത്രയേറെ പ്രതിസന്ധികളും പ്രകമ്പനങ്ങളും നമ്മുടെ മുന്നിൽ വന്ന് മനുഷ്യന്റെ മനസ്സും തലച്ചോറും അവന്റെ ചിന്തകളൊക്കെ മരവിച്ച് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു അവന്റെ അലംഘനീയമായ വിധി, അള്ളാഹു അവന്റെ തീരുമാനം, ഉറച്ച ഒരു തീരുമാനം എടുത്ത് കൃത്യമായ അജണ്ടയോടെ അവൻ കൃത്യമായി തീരുമാനമെടുത്ത് ചെയ്ത പ്രവൃത്തിയാണ്. അവിടെയുള്ള ആളുകൾ പലരും പൊട്ടിക്കരയുന്നുണ്ട്. ഒരു കുടുംബത്തിലെ 16 പേർ ഒറ്റയടിക്ക് മരിച്ചു പോയിരിക്കുകയാണ്. ഇനി ആ കുടുംബത്തിലെ ഒരു തലമുറ ഇനിയില്ല. ചില കുടുംബങ്ങളിൽ 8 പേര് മരണപ്പെട്ടു, ഒരാൾ ബാക്കിയായി. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, എന്തിനാണ് എന്നെ ബാക്കിയാക്കിയത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങൾ എന്ത് അപരാധമാണ് ചെയ്തത്? എൻ്റെ 8 പേരെ കൊണ്ടുപോയി, എന്തിനാണ് എന്നെ ബാക്കിയാക്കിയത്? എന്നെയും കൂടെ അള്ളാഹുവിന് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ. സഹോദരങ്ങളെ, ജീവിതം അങ്ങനെയാണ്. നമ്മളെല്ലാവരുടെയും ചിന്ത, നമ്മളെല്ലാവരും സമ്പാദിച്ചു വെച്ച വീട്, നമ്മുടെ സൗകര്യം, നമ്മുടെ പണം, നമ്മുടെ അധികാരം, നമ്മുടെ എല്ലാ വസ്തുക്കളും നമുക്ക് സഹായമാകും, നമുക്കതിൽ സുരക്ഷിതമായി കഴിയാമെന്നാണ് എന്നെയും നിങ്ങളുടെയും ചിന്തയെങ്കിൽ അത് തികഞ്ഞ തെറ്റാണെന്ന് അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയാണ്. പരതാമസം നടക്കാൻ 1 മാസം കൂടിയുള്ളൂ. വീടിന്റെ പണി ഏകദേശമൊക്കെ പൂർത്തിയായി. 2 നിലയുടെ സുന്ദരമായ വീട് കെട്ടിപ്പൊക്കിയവന്റെ വീടിന്റെ ഭാഗത്ത് ഫൗണ്ടേഷൻ പോലുമില്ല. വിശുദ്ധമായ ഖുർആൻ ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് പറയുന്നു, വയനാട് നോക്കിയിട്ട് വിശുദ്ധമായ ഖുർആന്റെ ഒരായത്ത് നമ്മൾ ഓതണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആന്റെ ഒരു ആയത്ത് നിങ്ങൾ കേട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയാ കമാ അൻസൽനാഹു മിനസ് സമാഅ فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفا وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون. ഇത് വയനാട് ജില്ലയ്ക്ക് വേണ്ടി ഇറക്കിയ ആയത്തെന്ന് തോന്നിപ്പോകും. ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ അല്ലാഹു പറയുന്നു, ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിന്റെ ജീവിതമുണ്ടല്ലോ, ദുനിയാവ്, ഇപ്പൊ ഞാനും നിങ്ങളും താമസിക്കുന്ന ഈ ദുനിയാവിന്റെ ഉപമ അല്ലാഹു പറയാ, കമാ അൻസൽനാ, ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ പോലെയാണെന്നല്ല പറയാ. അങ്ങനെ മഴ പെയ്യുമ്പോഴോ
ആ മഴവെള്ളം ഭൂമിയിൽ വീണിട്ട് സസ്യം മുളയ്ക്കുന്നു, ഇവിടെ ചെടികൾ മുളയ്ക്കുന്നു, അതിൽ ഭക്ഷണം ഉണ്ടാകുന്നു, നമ്മളെല്ലാവരും അത് കഴിക്കുന്നു. മിമ്മാ യഅ്കുലുൻ നാസു വൽ അൻആം, ജനങ്ങളും മനുഷ്യരൊക്കെ ഭക്ഷിക്കുകയാണ്. അല്ലാഹ് എത്ര ഭംഗിയായിട്ട് പറയണം നോക്കിയേ. ഹത്താ ഇദാ അഖദത്തിൽ സുഖുറുഫുഹാ വസയ്യനത്, അങ്ങനെ അവൻ ഭംഗിയുള്ള മനുഷ്യനായി മാറി. അവന് നല്ല ഭക്ഷണം കിട്ടി, അവന് നല്ല വീടുണ്ടായി, അവന് നല്ല വാഹനമുണ്ടായി, ഭാര്യയും മക്കളും സംവിധാനങ്ങളും ഉണ്ടായി, അവൻ നല്ല ഭക്ഷണം കഴിക്കാനുള്ള ആസ്തിയിലായി, അവന് സാമ്പത്തിക സ്രോതസ്സായി, അവന് ബിസിനസ് സംവിധാനമായി. സുഖുറുഫുഹാ വസയ്യനത് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം അവൻ ഭംഗിയാക്കി. എന്നിട്ട് അല്ലാഹ് പറയാ, വല്ലന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ, അന്നഹും ഖാദിറൂന അലൈഹാ. അപ്പൊ അവൻ ചിന്തിക്കും, ഇതെല്ലാം എന്റെ കഷ്ടപ്പാട് കൊണ്ടുണ്ടായതാണ്, എന്റെ വാപ്പാടെ കഴിവ് കൊണ്ടുണ്ടായതാണ്, ഇത് എന്റെ കച്ചവടത്തിന്റെ മിടുക്ക് കൊണ്ടുണ്ടായതാണ്, എന്റെ ആരോഗ്യവും എന്റെ ബുദ്ധിയും ഞാൻ സമയം ചെലവഴിച്ചുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്താണെന്ന് അവൻ ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെ ചിന്തിക്കാൻ. അപ്പൊ അല്ലാഹ് പറയണ നോക്കിയ പിന്നെ അതാഹാ അംറുനാ, അതാഹാ അംറുനാ, അപ്പോഴാണ് എൻ്റെ ഒരു അദാബ് വരുന്നത്. ആ സമയത്താണ് അവന്റെ മോഹങ്ങളെ തൊലിച്ചു കളയുന്ന, അവന്റെ വ്യാമോഹങ്ങളെ തകർത്ത് കളയുന്ന, അവന്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഭേദിച്ചു കളയുന്ന എൻ്റെ അദാബ് വരുന്നത്. അംറുനാ ലൈലൻ ഔ നഹാറാ, ലൈലൻ ഔ നഹാറാ, രാത്രിയോ പകലിലോ ഒക്കെ ആയിട്ട് അദാബ് ഇങ്ങനെ വരും. 1:30 മണിയായപ്പോ അവിടെ രക്ഷപ്പെട്ടവർ പറയാ, 1:30 മണി എല്ലാവരും രാത്രി ഇങ്ങനെ സുരക്ഷിതമായി ഉറങ്ങിക്കിടന്നപ്പോ ഒരു വല്ലാത്ത ശബ്ദം, ഒരു വല്ലാത്ത ശബ്ദം. ആ ശബ്ദം എങ്ങനെ കേട്ട് എഴുന്നേറ്റ് ഓടാൻ നോക്കി. എന്റെ ഉമ്മ വെള്ളത്തിൽ ഒലിച്ചുപോയി, കണ്ട മയ്യത്ത് നിലമ്പൂര് വെച്ചാണ്. മകൻ പറയാ, 3 വയസ്സുള്ള പൊന്നുമോളെ ഫോട്ടോ കാണിച്ചിട്ട് വാപ്പ കരയുകയാ, എല്ലാവരും മയ്യത്തും കിട്ടി, എന്റെ പൊന്നുമോളുടെ മയ്യത്ത് കിട്ടിയില്ലല്ലോ റബ്ബേ, എവിടെയാണ് റബ്ബേ. ആ 3 വയസ്സായ മോളുടെ മുഖത്ത് നോക്കിയപ്പോ ഞാൻ എന്റെ 3 വയസ്സായ മോളെ ഓർത്തുപോയി. അതേപോലത്തെ ഡ്രസ് ഇട്ട് ആ പൊന്നുമോള് നിൽക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, ഇന്നലെ വരെ നമ്മളെപ്പോലെ എല്ലാം കണ്ട് കേട്ട് സന്തോഷിച്ച് മക്കളോടൊപ്പം കിടന്നുറങ്ങിയ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ. ആ വാപ്പ ഞാനായിരുന്നെങ്കിൽ, എന്റെ മോള് ഫാത്തിമ മറിയമാണ് ഇപ്പൊ മണ്ണിന്റെ അടിയിൽ, ഞാനിങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ ഭാര്യ മണ്ണിന്റെ അടിയിൽ, നിങ്ങളുടെ ഉമ്മ മണ്ണിന്റെ അടിയിൽ, നിങ്ങളെ സഹോദരന്റെ മയ്യത്ത് ഈ കാണുന്ന പെരിയാറിന്റെ വക്കത്ത് ഇങ്ങനെ കിടക്കുന്നു, ആളുകൾ പോയി നോക്കുന്നു, എല്ലാം പോയി, വീടും പോയി, നമ്മളിങ്ങനെ പകച്ചു നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ. സ്വന്തം മക്കളെ വായിൽ ചെളിയും മണ്ണും നിറഞ്ഞു കിട്ടിയ മയ്യത്തെടുത്ത് വെച്ച് കരയുന്ന വാപ്പ ഞാനായെങ്കിൽ, നിങ്ങളായെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ. നമ്മളെ ബുദ്ധിക്ക് എന്ത് പറ്റി, മരവിച്ചു പോയോ? ഒന്ന് കരയാൻ പറ്റാത്തത് എന്താ സഹോദരങ്ങളെ? ആർത്തലച്ച് കരയുകയാണ് അവർ, ആർത്തലച്ച് കരയുകയാണ്. അല്ലാഹ് പറയാ, നിങ്ങൾ നോക്കിയ വയനാടിലെ ആ നഗരങ്ങളും ആ ഒരു നാട് മുഴുവനും അല്ലാഹ് പറയാ അല്ലാഹു പറയാ, അല്ലാഹ് പറയാ, ഞാൻ എങ്ങനെ ആക്കുമെന്നറിയോ? ഞാൻ അവരെ അങ്ങ് ഉഴുതുമറിക്കുകയാണ്. ഇന്നലെ ഇല്ലാത്തതുപോലെ ആ നാടും നഗരവുമാവുകയാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ, വെസ്റ്റ് മുടിക്കലിൽ താമസിക്കുന്നവരെ, നിങ്ങൾക്കുള്ള വലിയ ദൃഷ്ടാന്തമാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. മരിച്ചവർക്ക് അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുക്കട്ടെ. ആമീൻ പറ. ഷഹീദിന്റെ കൂലി കൊടുക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു വലിയ പാഠമുണ്ട് എനിക്കും നിങ്ങൾക്കും. നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കുന്ന, നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട് സഹോദരങ്ങളെ, എൻ്റെ നിങ്ങളുടെയല്ല, നമ്മുടെ ഭാര്യയുടെ ഗർഭാശയത്തിൽ വളർന്ന് നമുക്കുണ്ടായ മക്കൾ യഥാർത്ഥത്തിൽ നമ്മുടേതല്ല.
നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന കച്ചവടങ്ങളും സമ്പത്തുകളും നമ്മുടെ സംവിധാനങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടേതല്ല. ഇതൊക്കെ റബ്ബിൻ്റെതാണ്. ഈ ഒരു ബോധ്യം അള്ളാഹു പലപ്പോഴായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വരുന്നുണ്ട്. ഇത് നല്ല കറുകറുത്ത മുടിയുള്ള വെളുത്ത നിറമുള്ള ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നുണ്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബി തങ്ങൾ സലാം അടക്കി, വഅലൈക്കുമുസ്സലാം, സലാം അടക്കി അള്ളാഹുവിന്റെ ഹബീബ്. ആ വന്ന മനുഷ്യൻ നബി തങ്ങളോട് ചേർന്നിരുന്നു കൊണ്ട് ചോദിക്കുന്നുണ്ട്, മദ്ദുനിയാ, എന്താണ് നബിയെ ദുനിയാവെന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി, ഹുൽവിൻ നായിമി, ഉറങ്ങുന്നവന്റെ ഒരു സ്വപ്നം എന്നാണ്. അതിൽ താമസിക്കുന്ന ആളുകൾ ഒന്നുകിൽ പ്രതിഫലം കിട്ടും, അല്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും. ഇതാ ദുനിയാവ് ഉറങ്ങുന്നവന്റെ ഒരു സ്വപ്നം പോലെയാ. എന്റെയും നിങ്ങളുടെയും ജീവിതം അങ്ങനെയാണോ സഹോദരങ്ങളെ? എന്റെയും നിങ്ങളുടെയും ജീവിതം അങ്ങനെയാണോ? നാളെ മരിക്കുമെന്നുള്ള ബോധ്യമുണ്ടോ? ഇന്ന് വരെ വെസ്റ്റ് മുടിക്കൽ പള്ളിയുടെ ഖബർസ്ഥാൻ പോയി നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? എത്ര ഖബറുണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? നിബിധങ്ങൾ പറയാ, നിങ്ങൾ എണ്ണണമെന്ന. അവിടെ 25 ഖബറുണ്ടെങ്കിൽ, 100 ഖബറുണ്ടെങ്കിൽ, 300 ഖബറുണ്ടെങ്കിൽ, നീ 301ാമത്തെ ഖബർ കുഴിക്കുന്ന സ്ഥലം എന്റെ ഖബറാണെന്ന് വിലയിരുത്തണം എല്ലായ്പ്പോഴും. അപ്പൊ നീ വിചാരിക്കുക, അപ്പൊ അടുത്ത മയ്യത്ത് അവിടെ വന്നു, 301ആയി, നീ വിചാരിക്കണം എന്തായാലും 302 എന്റേതാണ്. അങ്ങനെ വേണം ജീവിക്കാൻ. അപ്പൊ നീ വിചാരിക്കുന്നത് 302ാമത്തെ മയ്യത്ത് വന്നു, അപ്പൊ നീ ചിന്തിക്കണം 303ാമത്തെ ഞാനാണ്. അള്ളാഹു തീരുമാനിച്ച 400ന്റെ ഉള്ളിൽ നീയാണെങ്കിൽ നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ ഖബറിൽ ഒന്ന് ഒരുങ്ങാൻ നിനക്ക് പറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നാം സുരക്ഷിതരല്ല, നാം സേഫ് സോണിലാണെന്നാണോ? അവിടെ വയനാടിന്റെ മലമടക്കുകളുടെ ഉള്ളിൽ അവിടെ മലയിടിച്ചിലുണ്ടാകുമ്പോ അവിടെ താമസിക്കുന്നവർക്ക് എന്തായാലും ദുരന്തമുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ സേഫ് സോണിലെന്നാണോ? നമ്മുടെ മുകളിൽ ഒരു മുല്ലപ്പെരിയാർ ഡാമുണ്ട്. ആ ഡാമിന് ആകെ 50 വർഷത്തെ കാലാവധിയേ ഉള്ളൂ. വർഷം 150 പോവുകയാ. ആ ഡാം ഇടിഞ്ഞു വന്ന് നേരെ ഇടുക്കി ഡാമിൽ വന്നാൽ 6 ജില്ലകളില്ല. ആ 6 ജില്ലകളിൽ 1ാമത്തെ ജില്ല നമ്മുടെ ജില്ല എറണാകുളം ജില്ലയാ. അങ്ങനെ സംഭവിച്ചാൽ 30 ലക്ഷത്തോളം മയ്യത്തുകളുടെ കൂട്ടത്തിൽ ആരും ഒന്ന് എടുക്കാൻ പോലുമില്ലാതെ പുഴകളുടെ നടുവിലൂടെ നമ്മൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന അവസ്ഥയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ചു നോക്കന്റെ സഹോദരങ്ങളെ. നമ്മൾ ദുർബലരാണ്, നമുക്കൊന്നിനും കഴിയില്ല. ഒരു മരിച്ച മയ്യത്തിന്റെ ഇത്രയും സാങ്കേതിക വിദ്യ ഉണ്ടായിട്ട് ഒരു മയ്യത്തിനെ പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല. നിസ്സഹായരാണ് നമ്മൾ, ഒന്നിനും കഴിയില്ല. അല്ലാഹു തീരുമാനിച്ചാൽ 2 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്താൽ ഇന്ന് കേരളത്തിന് ഭയമാണ്, നമുക്ക് ഭയമാണ്. ഒന്ന് കാറ്റൊന്ന് അല്ലാഹു ആഞ്ഞടിച്ചു വിട്ടാൽ നമ്മൾ ഭയപ്പെടുകയാണ്. നമുക്കതിങ്ങനെ ലൈവായിട്ട് കാണാത്തത് കൊണ്ടാണോ എന്തോ നമ്മൾ ചില ആളുകൾക്ക് ഇപ്പോഴും അതിനുള്ള ബോധമായിട്ടില്ല തോന്നുന്നു. നമ്മൾക്കിപ്പോഴും നിസ്കാരമില്ല, നമുക്കിപ്പോഴും പടച്ചോനെ വേണ്ട. അവിടെ കിടന്ന് അഴുകുന്ന ഒലിക്കുന്ന മയ്യത്തിനെ തിരിച്ചറിയാമോ? നിങ്ങൾക്കറിയോ? 100 കണക്കിന് മയ്യത്തുകളല്ല കിട്ടിക്കുന്ന കൈകാലുകളുടെ ഭാഗങ്ങൾ, തലയുടെ ഭാഗങ്ങൾ, ശരീരത്തിന്റെ ഭാഗങ്ങൾ, അതൊന്നും പുറത്താക്കാതെ അവർ മറച്ചു വെച്ചുകൊണ്ട് മറവാടുകയാണ്. മയ്യത്തിന്റെ പല ഭാഗങ്ങളായിട്ട് ഒരു ശരീരം ചന്ന ഭിന്നമായി പോവുകയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, ഒന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുന്നില്ല. ആ മയ്യത്തിന്റെ എന്റെ മോളാണെന്ന് പറഞ്ഞൊന്ന് മുത്തം കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വയനാടിന്റെ പാവപ്പെട്ട സഹോദരങ്ങൾ മാറുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പാഠമുണ്ട് പഠിക്കാൻ. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പഠിപ്പിക്കുന്ന വിശുദ്ധമായ ഖുർആന്റെ ഒരു ആയത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വയനാട് ജില്ലയിലെ പാവപ്പെട്ട സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഉരുൾപൊട്ടലിന്റെ ആ മണ്ണിന്റെ അടിയിൽ, ചെളിയുടെ അടിയിൽ കാണാതെ പോകുന്ന എത്രയോ 100 കണക്കിന് മയ്യത്തുകൾ അതിന്റെ അടിയിലുണ്ടെന്നറിയുമോ സഹോദരങ്ങളെ? പട്ടാളം പോയിട്ടും കഴിയുന്നില്ല,
കഴിയുന്നില്ല. എത്രയോ സാധുക്കളായ ആളുകൾ അവരുടെ ഏറ്റവും വലിയ സേവനത്തിനായി പോകുന്ന ആളുകൾക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചളിയുടെ അടിയിൽ എത്ര മയ്യത്തുകൾ ഉണ്ടെന്നറിയോ? അല്ലാഹു പറയാ, ഇത് ഞാൻ പടച്ചു വെച്ചിരിക്കുന്ന പരീക്ഷണമാണ്. ആ വയനാട് ജില്ലയിലെ പാവപ്പെട്ട ഒരു സഹോദരൻ, തന്റെ ഭാര്യ പോയി, തന്റെ ഉമ്മ പോയി, തന്റെ മക്കള് പോയി, തന്റെ സഹോദരങ്ങൾ പോയി, തന്റെ വീട് പോയി, തന്റെ കുടുംബത്തിന്റെ വീട് പോയി. ഒന്നുമില്ലാതെ മാധ്യമ പ്രവർത്തകരുടെ മുന്നില് ആ പാവപ്പെട്ടവൻ വന്ന് കൈമലത്തിയിട്ട് പൊട്ടിക്കരയുകയാ. ചോദിക്കുന്നു, എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? ഞങ്ങൾ കള്ളു കുടിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ പെണ്ണ് പിടിച്ചിട്ടില്ലല്ലോ. അന്നന്ന് അന്നത്തിന് വേണ്ടിയിട്ട് പോയി പണിയെടുത്ത് ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബമായ എന്റേത്. എന്നിട്ടെന്തിനാ റബ്ബ് എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് പടച്ചവൻ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോ, സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പോലും പല ആളുകളും ചോദിച്ചു, ഇർഹമോ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഉറങ്ങിക്കിടക്കുന്ന പാവപ്പെട്ട കുഞ്ഞിനെ എന്തിനാ ഈ ഉരുളിച്ചിൽ അല്ലാഹു കൊണ്ടുപോയത്? പടച്ചവനൊന്ന് കരുണ ചെയ്യാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നവരോട് അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ. ഒരു മുസീബത്ത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അല്ലാഹു പറയുന്നുണ്ട്, ഫലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വയനാട് ജില്ലയിൽ പൊട്ടിക്കരയുന്ന പാവങ്ങളുടെ കയ്യിൽ പോയി ഒന്ന് പിടിക്കണം വാപ്പാ. ആ പൊന്നുമക്കളെ ഒന്ന് എടുക്കണം വാപ്പാ. ഒരു പാവപ്പെട്ട സഹോദരി പറഞ്ഞു, മുല കുടിക്കാനില്ലാത്ത ഉമ്മയില്ലാത്ത മക്കളെ ഞാൻ മുലപ്പാല് കൊടുത്തുകൊള്ളാം എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരിമാര് മുന്നോട്ട് വരുന്നു. സ്ഥലം കൊടുക്കാം, ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുമ്പോഴും എന്തു കൊടുത്താലാ പ്രിയപ്പെട്ടവരെ പകരമാവുക? ആ നഷ്ടപ്പെട്ടു പോയ ജീവനുകൾക്ക് പകരം എന്തു കൊടുത്താലാ മതിയാവുക? എങ്ങനെയാ സമാധാനിപ്പിക്കുക? അവിടെയാ നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ബലഹീനരാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ അള്ളാഹു പറയുന്നു, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത് മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലിയാണ്, കുടുംബക്കാർക്ക് ക്ഷമിക്കുന്നതിന്റെ കൂലിയുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ചുറ്റും നിന്ന് എന്നെയും നിങ്ങളെയും പോലെ വാർത്താ മാധ്യമങ്ങൾ കണ്ട് സങ്കടപ്പെടുന്നവരും സങ്കടപ്പെടാത്തവരും അത് കണ്ടില്ലെന്ന് നടിക്കുന്നവരും കേട്ടോ. അല്ലാഹു പറയാ, നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. അത് വയനാടിനെ മാത്രമല്ല, ഈ എറണാകുളം ജില്ലയുടെ പെരുമ്പാവൂരിനെ ഇതുപോലെ പരീക്ഷിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. ഖൗഫ് ഭയപ്പെടുത്തിക്കൊണ്ട്, വൽ ജൂഅ് വിശപ്പ് തന്നുകൊണ്ട്, വനഖ്സിൻ മിനൽ അംവാൽ സമ്പത്ത് മുഴുവനും പോയില്ലേ പ്രിയപ്പെട്ടവരെ? ഒരു സഹോദരൻ വന്ന് പറയാ, ആ മണ്ണിടിച്ചിലിൽ എന്റെ വീട് തകർന്നു പോയപ്പോ ബുൾഡോസർ കൊണ്ട് നികത്തി അതിന്റെ അകത്ത് 60 പവന്റെ സ്വർണമുണ്ട്. എന്റെ മകളെ കെട്ടിക്കാൻ ഞാൻ കാലങ്ങളായി വിദേശത്ത് പോയി പണിയെടുത്ത പണമലമാരയിലുണ്ട്. എന്റെ വീട് പോയി, കുടുംബം പോയി, സമ്പത്ത് പോയി, എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് അയാള് പറയുന്നുണ്ട്. ഇത് പറയാൻ കൊള്ളാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്റെ എല്ലാം പോയി, എനിക്കൊന്നുമില്ല എന്ന് നിലവിളിക്കുമ്പോ വാർത്താ മാധ്യമപ്രവർത്തകർ പോലും കരഞ്ഞു പോവുകയാണ്. മറുപടി പറയാൻ, സമാധാനിപ്പിക്കാൻ മറുപടി പറയാൻ പോലുമില്ലാതെ അവരിങ്ങനെ ഉഴലുമ്പോ അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഇദാ അസാബത്തും മുസീബ. ഖൽബിൽ ഈമാനുള്ളവരെ, നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കുമ്പോ നിങ്ങൾ എന്ത് പറയണമെന്നറിയോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾക്ക് ഇതെല്ലാം തന്ന അല്ലാഹ് ഇത് തിരിച്ചു കൊണ്ടുപോവാൻ അവകാശി നീ തന്നെയാ. ഞങ്ങൾക്കിപ്പോ ഒന്നുമില്ല അല്ലാഹ്, സഹായിക്കാൻ നീയല്ലാതെ വേറെ ആരുമില്ല അല്ലാഹ്. ചുറ്റും ആരൊക്കെ സഹായിക്കാൻ വന്നാലും അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇതിനൊരു പകരം തരാൻ നിനക്കല്ലാതെ കഴിയില്ല അല്ലാഹ്. ഇന്ന് മണ്ണിന്റെ അടിയിൽപ്പെട്ട മയ്യത്തുകളെ അവരെ കബറിൽ കൊണ്ടുപോയിട്ട് സ്വർഗത്തിന്റെ അവസ്ഥ കൊടുക്കാൻ നിനക്കല്ലേ
കഴിയുള്ളൂ. പകരം വീട് വെച്ച് കൊടുക്കുന്നവർക്ക് വീടല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. ആ പോയ ജീവനുകൾ കൊടുക്കാൻ കഴിയില്ലല്ലോ. അവരെ മനസ്സിന്റെ നീറ്റലൊന്നും മാറ്റാൻ കഴിയില്ലല്ലോ. അല്ല പറയാ, ഒന്ന് ക്ഷമിക്കണേ വയനാട്ടിലെ പ്രിയപ്പെട്ടവരെ. അല്ല പറയാൻ, അങ്ങനെ ക്ഷമിച്ചാൽ ഉലൈക അലൈഹിം സ്വലവാത്തും മിനർ റബ്ബിഹിം വറഹ്മാ, അവർക്ക് അല്ലാഹുവിന്റെ ഗുണമുണ്ടാകും, അവർക്ക് അല്ലാഹുവിന്റെ കരുണയുണ്ടാകും. എന്നിട്ട് അല്ല പറയാ, ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അല്ല ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം നിങ്ങൾക്ക് തരാം. നിങ്ങൾ സങ്കടപ്പെടരുതേ, നഷ്ടപ്പെടുത്തിയത് ഞാനാണേ. അല്ലാഹുവിന്റെ ഖുർആനിൽ പറയാ, ഈമാനുള്ള വിശ്വാസികളെ, ഇതിന്റെ പേരിൽ റബ്ബിനെ കുറ്റപ്പെടുത്തരുത്. നിരീശ്വരവാദികളും ഇവിടെയുള്ള സാങ്കേതിക മികവുള്ള ആളുകളും പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്. അല്ല പറയാ, നിങ്ങൾക്ക് ആഖിറമാ നിങ്ങളുടെ ശാശ്വതമായ ഭവനം. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, ആഖിറം എന്നാൽ എന്താണ് നബിയേ? അതാണ് ശാശ്വതം സ്വഹാബാ. എന്നായാലും ദുനിയാവിൽ മരിക്കും. ആ മരിച്ചു കൊണ്ടുപോകുന്ന വ്യത്യസ്ത രീതിയിലാ. ചിലപ്പോ രോഗം കൊടുത്തു, ചിലപ്പോ ഭൂകമ്പങ്ങൾ ഉണ്ടായി, ചിലപ്പോ ഒറ്റയടിക്ക് അല്ലാഹു കൊണ്ടുപോകും, ചില ആൾക്കാരെ പല നിലയ്ക്ക് കൊണ്ടുപോകും. എന്തായാലും ആഖിറത്തിൽ കൊണ്ടുപോയി പടച്ചവൻ പകരം നന്മ കൊടുക്കാതിരിക്കില്ല. ഇത് ജീവനോടെ ഇന്ന് കാണുന്ന ഞാനും നിങ്ങളും പഠിക്കേണ്ടത് എന്തെന്നറിയോ? ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മുഴുവനും നാളെ ഖബറിൽ കൊണ്ടുപോകാൻ പറ്റൂല. ഇതിന്റെ പേരിൽ അഹങ്കരിക്കരുത്. വീടിന്റെ പേരില്, സമ്പത്തിന്റെ പേരില്, മക്കളെ പേരില്, കുടുംബത്തിന്റെ പേരില്, ആരോഗ്യത്തിന്റെ പേരില് ഒന്നും അഹങ്കരിക്കല്ലേ. ഒരു സെക്കൻഡ് മതി വാപ്പാ എല്ലാം ഇല്ലാതായി പോകാൻ. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി റബ്ബിലേക്ക് മടങ്ങ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും വരാം. അല്ലാഹു പറയാ, അവർക്ക് സ്വലവാത്തും വറഹ്മത്തും മിർ റബ്ബിഹിം ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം ഞാൻ കൊടുക്കാമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഡ്യൂട്ടി എന്തെന്നറിയോ സഹോദരങ്ങളെ? അത് കണ്ട് നിർവീർപ്പെടലല്ല. പരസ്പരം പറയും എന്തൊരവസ്ഥയാ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങലല്ല. പ്രായോഗികമായിട്ട് എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ സെക്കൻഡിൽ ഈ പള്ളിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അതാ ചിന്തിക്കേണ്ടത്. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? അവർക്ക് വേണ്ട ഭക്ഷണം കെട്ടിക്കിടക്കാം. ഒരു നേരത്തെ അവരെ ഒന്ന് ചെന്ന് കെട്ടിപ്പിടിച്ച് ഞങ്ങളുണ്ടെന്ന് കൂടെന്ന് പറയാൻ പറ്റുമോ? നൂറുകണക്കിന് ആളുകളുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സഹോദരങ്ങളെ? നമ്മുടെ വാപ്പായ, നമ്മുടെ ഉമ്മായ, നമ്മുടെ പെങ്ങന്മാരാ, അവർ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രൈസ്തവരാണോ ഒന്നും ഇല്ല. മുസ്ലിമായ എൻ്റെ നിങ്ങളുടെ മുന്നിൽ അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട് ഒരു ഹദീസിൽ, അതുകൂടെ കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മുത്തുനബിതങ്ങൾ പറയുന്ന ഒരു ഹദീസുണ്ട്, ഇങ്ങനെയുള്ള ആളുകളെ പറയുന്നത് മൽഹൂഫ് എന്നാണ്. മൽഹൂഫ്, എല്ലാം തകർന്നവർ. ഇന്നലെ വീടുണ്ടായിട്ട് ഇന്ന് വീടില്ലാതായി പോകുന്നവർ, ഇന്നലെ ഭാര്യ ഉണ്ടായിട്ട് ഇന്ന് ഭാര്യ ഇല്ലാതായി പോകുന്നവർ, ഇന്നലെ എല്ലാം ഉണ്ടായിട്ട് ഇന്നും ഒന്നുമില്ലാതെ ഇങ്ങനെ ഒറ്റാൻ തടിയായിട്ട് വീടുമില്ല, കിടക്കാൻ ബെഡ് പോലും ഇല്ലാതെ ഇങ്ങനെ വഴിയുടെ നടുക്ക് ഇങ്ങനെ കൈ നീട്ടി നിൽക്കുന്നവർ മൽഹൂഫ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു അവസ്ഥയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒന്ന് കരുണ ചൊരിയണം നമുക്ക് അവർക്ക് വേണ്ടി. കഴിഞ്ഞ ദിവസം നമ്മുടെ മഹല്ലിൽ ആളുകളെല്ലാം, നമ്മുടെ മഹല്ലിലെ മുഖ്യ പ്രമുഖരായ ആളുകൾ, എല്ലാ സംഘടനകളുടെയും എല്ലാ സംവിധാനങ്ങളുടെയും മുതിർന്ന ആളുകൾ നമ്മുടെ മദ്രസയിൽ ഒരുമിച്ചുകൂടി, ജമാഅത്ത് കമ്മിറ്റി ഉൾപ്പെടെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു നല്ല തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു നല്ല തീരുമാനം, ഒരു വീട് ഉണ്ടാക്കി കൊടുക്കണം നമുക്ക്. ഒരു വീടല്ല, കഴിയുമെങ്കിൽ ഒന്നിൽ കൂടുതൽ വീടുണ്ടാക്കാം നമുക്ക്. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീട് എത്ര രൂപയുടെ വീട് നമ്മൾ കൊണ്ട് കഴിയും? അന്ന് ചർച്ച വന്നപ്പോൾ ഒരു 900 സ്ക്വയർ ഫീറ്റിന്റെ വീട്, അല്ലെങ്കിൽ ഒരു 800 സ്ക്വയർ ഫീറ്റിന്റെ വീട്, അവർ താമസിച്ചിരുന്ന അതുപോലത്തെ ഒരു വീട് കൊടുക്കാൻ എനിക്ക് നിങ്ങളും കഴിയില്ല. നല്ല വീടുകൾ വെച്ച് താമസിച്ചിരുന്നവർ, നല്ല ഭക്ഷണം കഴിച്ചവർ, അവരിപ്പോ അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. അവിടെ ചെന്നൊരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞതാ, നല്ല കക്കൂസില്ല അവർക്ക്, വെള്ളം കയറിയിട്ട് മലിനം നിറഞ്ഞിരിക്കുക, നല്ലോണം മൂത്രമൊഴിക്കാൻ പറ്റൂല, നല്ലോണം കിടക്കാൻ പറ്റൂല, കൊതുകാണ്. അവർ അഭയാർത്ഥി ക്യാമ്പിലാണെന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കരുത്.
അവർ കഴിക്കാൻ ഭക്ഷണമുണ്ട്, അവിടെ കെട്ടിമറിയുകയാണെന്ന് പറഞ്ഞ് ആശ്വസിക്കരുത്. കഴിക്കുന്ന ഭക്ഷണം തൊണ്ടയിൽ തങ്ങി നിൽക്കും. കാരണം പാപ്പാടെയും ഉമ്മാടെയും മക്കളെ മുഖം ഇങ്ങനെ ഓർമ്മ വന്നിട്ട് തൊണ്ടയിൽ തങ്ങി നിൽക്കുക, അത് ഇറങ്ങൂല. വാർത്താമാധ്യമം മൈക്കൊണ്ട് വെക്കുമ്പോ സംസാരിക്കാൻ പറ്റാതെ ഇങ്ങനെ കരയുക. അല്ലാഹു അവരെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഞാൻ ആലോചിക്കുന്നത്, നമുക്കാണ് അവസ്ഥ. നമ്മൾ ക്യാമ്പിലാണെങ്കിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരാളിങ്ങനെ തലയിൽ കൈ വെച്ചിരിക്കുക. ചോദിച്ചു, വാർത്താമാധ്യമം ചോദിച്ചു, എന്താണ്? അടുത്ത 1 മാസമേ ഉള്ളൂ എൻ്റെ പെരതാമസത്തിന്, 1 മാസം. എൻ്റെ പുതിയ വീട്, ആ വീട്ടിൽ എൻ്റെ മക്കളും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ടായി. ഞാൻ പുറത്ത് വിരുന്നിന് പോയതാ, എല്ലാം പോയി. സഹോദരങ്ങളെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? അൽഹംദുലില്ലാഹ്, വെസ്റ്റ് മുടിക്കല്ല നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഒരു വീടുണ്ടായി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ ഒരു സഹോദരൻ 1 ലക്ഷം രൂപ പറഞ്ഞു, ഞാൻ കൊടുക്കാം 1 ലക്ഷം രൂപ. ഒരാൾ 50,000 രൂപ, ഒരാൾ 25,000 രൂപ, ഒരാൾ 10,000 രൂപ. അങ്ങനെ അത് 5 ലക്ഷത്തോളം രൂപ ആയിട്ടുണ്ട്. ഒരു 13, 15 ഒരു വീടെന്ന് പറഞ്ഞാൽ ആ വീട്ടില് നമ്മൾ ഒരാൾക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അവനിക്ക് കട്ടിൽ മേടിച്ചിടാനും ആ വീട്ടിലെ പാത്രം വാങ്ങാൻ പോലും അയാളെ കാശ്, ജോലിയും കൂലിയും ഇല്ലാത്ത പാവങ്ങളാണ്. ഒരു വീട് കൊടുക്കുമ്പോൾ വീട്ടിലെല്ലാം ഭക്ഷണത്തിനുള്ള വകയടക്കം നമുക്ക് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ അഗാസ മൽഹൂഫാ. വയനാട് ജില്ലയില് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്ക് ബാക്കിയായി ജീവനോടെ അവിടെ കഴിയുന്ന ഒരാളെ നീ സഹായിച്ചാൽ റസൂൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പേ പറയുന്നുണ്ട്. മദീനയിൽ നിന്ന് ഭാര്യയും വിട്ട് മക്കളെയും വിട്ട് കുടുംബത്തെയും വിട്ട് മക്കയിൽ നിന്ന് മദീനയിലോട്ട് അൻസാരികൾ കടന്നു ചെന്നപ്പോ അൻസാരികളുടെ മുന്നിൽ മൽഹൂഫീങ്ങളായിട്ടാ സ്വഹാബാക്കൾ ചെന്നത്. ഒന്നുമില്ല, കിടക്കാൻ വീടില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഒന്നുമില്ല. അൻസാരികളോട് റസൂലുള്ള പറഞ്ഞു, കൊടുക്കൂ അൻസാരികളെ, ഇവർ വന്നവരാണ്, ഇവർ പുറം നാട്ടുകാരാണ്, അവർ കൊടുക്കണം നമ്മൾ. മുത്തുനബി തങ്ങൾ പറഞ്ഞപ്പോ അവർ ചെയ്തെന്തെന്നറിയോ? അവരുടെ കൃഷിയിടത്തിന്റെ പകുതി കൊടുക്കുകയാണ്. 2 ഭാര്യമാരുള്ളവരിൽ ഒരു ഭാര്യയെ ത്വലാഖ് ചൊല്ലിയിട്ട് കൊടുക്കുന്നു. കഴിക്കാൻ ഭക്ഷണത്തിന്റെ പകുതി കൊടുക്കുന്നു, വീടിന്റെ പകുതി കൊടുക്കുന്നു. എല്ലാം കൊടുത്ത് സഹായിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മദീനക്കാരേ, ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറപ്പെടേണ്ട അവസ്ഥ എന്റെ മദീനക്കാർക്ക് അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. നമുക്ക് അല്ലാഹു ഈമാൻ തരുമാറാവട്ടെ. ഒരു മൽഹൂഫിനെ എനിക്കും നിങ്ങൾക്കും എന്ത് പറ്റും സഹോദരങ്ങളെ? മുത്തുനബി തങ്ങൾ പറയാ, അങ്ങനെ സഹായിച്ചാൽ കതബല്ലാഹു തആല ലഹു 73 ഹസനാ, 73 പ്രതിഫലം, 73 ഇരട്ടി പ്രതിഫലം അല്ലാഹു നന്മകൾ രേഖപ്പെടുത്തുന്നതാണ്. ഒരു മൽഹൂഫിനെ സഹായിച്ചാൽ, ഒരു കുടുംബത്തെ സഹായിച്ചാൽ, ഒരുത്തനിക്ക് ഒരു ഭക്ഷണം കൊടുത്താൽ, ഒരു വെള്ളം കൊടുത്താൽ നമുക്ക് കിട്ടുന്ന കൂലിയ. എന്നിട്ട് റസൂലുള്ളാഹി പറയാ, വാഹിദത്തൻ മിൻഹുന്ന യുസ്ലിഹുല്ലാഹു തആല ബിഹാ ലഹു അംറ ദുനിയ. ഒരു കാര്യം, 73 ഒരു കാര്യം കൊണ്ട് അവന്റെ ദുനിയാവിലെ എല്ലാ കാര്യവും അല്ലാഹു നടത്തും ആ ഒരൊറ്റ നന്മ കൊണ്ട്. മുത്തുനബി തങ്ങൾ പറയാ, വയസ്നൈനി വസബഈന ഫി ദറജ, ആഖിറത്തിൽ ബാക്കി 72 ദറജകളും. അവൻ ആഖിറത്തിൽ അവന്റെ പാപം പൊറുക്കാനും സ്വർഗ്ഗത്തിൽ കയറാനും അർശിന്റെ തണൽ കിട്ടാനും വലതു കൈയിൽ കിതാബ് കിട്ടാനും അവന്റെ ഹിസാബ് എളുപ്പമാവാനും 72 എണ്ണം അല്ലാഹു ആഖിറത്തിൽ മാറ്റിവെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിക്കാർ നിങ്ങളുടെ മുന്നിൽ വരും, നിങ്ങളുടെ മുന്നിൽ വരും സഹോദരങ്ങളെ. വെസ്റ്റ് മുടിക്കല്ല അല്ലാത്ത സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. ഈ പള്ളിക്കകത്തിരുന്ന് ഞാൻ ചോദിക്കുക, അവർക്കൊരു വീടിന് വേണ്ടി ഒരു 50,000 രൂപയോ 25,000 രൂപയോ കൊടുക്കാൻ നിങ്ങൾ ആരെങ്കിലും കുറച്ച് പേര് കൈ വെക്കാവോ? അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ കൊടുക്കാമെന്ന് പറയാൻ 25,000 രൂപ, ഒരു 50,000 രൂപ ആരാ ഉള്ളത്? ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 4 ലക്ഷം രൂപയോളമായി. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നിങ്ങൾ പല സംഘടനകളും സംവിധാനങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ടെന്നിരിക്കെ നിങ്ങളോട് ചോദിക്കാൻ അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. വീട്ടിന്റെ അകത്ത് ചെന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോ, ജുമാ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ ആ വീടില്ലാത്ത അവസ്ഥ അങ്ങനെ ഉണ്ടാകാതെ അല്ലാഹു കാക്കട്ടെ. മക്കള് മരിച്ചെന്നറിഞ്ഞ അവസ്ഥ ഇത് പറയുമ്പോ
എനിക്കും നിങ്ങൾക്കും അത് വരുമ്പോഴാണ് സഹോദരങ്ങളെ അതിന്റെ വിഷമം അറിയോ. മകള് മരിച്ച വാപ്പാക്കാണ് ആ മകള് മരിച്ചതിന്റെ വേദന അറിയുള്ളൂ. വീടില്ലാത്തവനിക്കാണ് വീടില്ലാത്തതിന്റെ വേദന അറിയുള്ളൂ. കഴിക്കാൻ ഭക്ഷണമില്ലാത്തവനാ അതിന്റെ വേദന അറിയുള്ളൂ. അതുകൊണ്ട് നമുക്കത് നാളെ വരാതിരിക്കാൻ, ആ പാവങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, പുനരധിവാസം മുണ്ടക്കൈയിൽ പറ്റൂല, വേറെ സ്ഥലങ്ങൾ മേടിച്ച് വീട് വെച്ചു കൊടുത്ത് അവരെ പെട്ടെന്ന് മാറ്റാൻ ആരൊക്കെ എന്തു കൊടുത്താലും നമുക്കൊരു പങ്കുണ്ട്. അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് നീ എന്ത് ചെയ്തു എന്നാണ്. സുഫിയാൻ ബാക്കവി നീ എന്ത് ചെയ്തു? ടെസ്റ്റ് മെഡിക്കലേരാ നിങ്ങൾ എന്ത് ചെയ്തു? അവരിവരതൊക്കെ ചെയ്യട്ടെ, നീ എന്ത് ചെയ്തു? ആ പാവങ്ങളെ ഞാൻ അങ്ങനെ പരീക്ഷിച്ചപ്പോ നീ എവിടെയായിരുന്നു എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയണ്ടേ? അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഒരുപാട് ആളുകൾ ഇപ്പൊ തന്നെ ഈ വെള്ളിയാഴ്ച തന്നെ പല ആളുകളും വന്ന് ഞങ്ങൾക്ക് വയനാടിന്റെ പിരിവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇങ്ങനെ വരാണ് സഹായിക്കാൻ പറ്റും, നമ്മളൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, നിങ്ങളതിൽ മുഴുവനും സഹായിക്കണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. സഹായിക്കൂലേ? എന്തേ ഇൻഷാ അല്ലാഹ് ഒരു പവർ സഹായിക്കൂലേ? വേറെ എവിടെയും കൊണ്ട് കൊടുക്കണ്ട, നമുക്ക് കൊടുക്കാം. നമുക്ക് അവിടെ കൊണ്ട് എന്തായാലും 3-4 മാസത്തിന്റെ ഉള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കൊടുക്കാം. ഇൻഷാ അല്ലാഹ് 1-2 പേര് പറയലുണ്ട് ബർക്കത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ. കൊടുത്തവർ ഒരുപാട് പേരുണ്ട്. കൊടുക്കാത്തവർ നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു തുക ജമാഅത്ത് കമ്മിറ്റി പറഞ്ഞാൽ മതി. $5000 അല്ലാഹ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരാൾ 5000 ആരാവുള്ളേ? ജുമാക്ക് പിരിക്കേണ്ടത് എൻ്റെ സ്വഭാവത്തിൽപ്പെട്ടല്ല, പക്ഷേ ഈ വയനാട് കേസ് ആയതുകൊണ്ട് ചോദിക്കണേ. തരാൻ രണ്ടാമത്തെ ആള് വേറെ ഒരാള് 2 പേര് 3 പേര് 11 പേര് നോക്കിയാൽ നമുക്ക് ദുആ ചെയ്യാം. 3 പേര് 4 5 6 ഏഴാമത്തെ ആളാരാ? 7 8 അൽഹംദുലില്ലാ 8. ഇങ്ങനെ താമസിപ്പിക്കേണ്ട പിരിവല്ല. 8 9 10 11 3 പേരുടെ പൊക്കി 9 അൽഹംദുലില്ലാ 10 11 ആരാ? 2 പേര് 10 അൽഹംദുലില്ലാ. എവിടെ വീട്? പള്ളി. അൽഹംദുലില്ലാ. ഒരാളാരാ? അല്ലാഹ് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹ് കബൂൽ ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനിങ്ങനെ ചോദിച്ചത് വേറൊന്നിനു വേണ്ടിയല്ല. കാരണം നമുക്കൊരു സമാധാനം വേണം. കാരണം അവർക്ക് നമ്മളിനി എത്ര സമാധാനിപ്പിച്ചാലും പകരാവൂല. അതുകൊണ്ട് ചെയ്യാൻ പറ്റും റബ്ബിന്റെ മുമ്പിൽ ഒന്ന് ബോധിപ്പിക്കണം. ഇതൊന്നുമില്ലാതെ പോകേണ്ടവരാണ് നമ്മൾ. അവിടുത്തെ കണ്ണീരും കയ്യും കരച്ചിലും കണ്ടാൽ സഹിക്കാൻ പറ്റൂല. കുറച്ചാളുകൾ ഇവിടെ നിന്ന് പോയി കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു വീട്, ആ വീടിലുള്ള എല്ലാ സംവിധാനങ്ങളും എത്ര വീട് ചെയ്യാൻ പറ്റുമോ നമ്മളെല്ലാവരും ഒന്ന്. ഒരു പാവപ്പെട്ടവൻ എനിക്കൊന്നും കൊടുക്കാനില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല, 1000 രൂപ നിന്റെ കയ്യിലുള്ള നീ കൊടുക്ക്. 100 രൂപയേ ഉള്ളൂ എന്റെ കയ്യിൽ, ഉസ്താദേ കൊടുക്ക്. എന്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ, കൊടുത്തേ പറ്റൂ. കാരണം കൊടുത്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെ മനുഷ്യരാവും സഹോദരങ്ങളെ? നമുക്ക് അല്ലാഹു ഒരു രോഗം വന്നപ്പോ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ ആശുപത്രി കൊണ്ടിട്ടേക്കുക. 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ചികിത്സക്ക് പൈസ വേണമെന്ന് പറഞ്ഞ് വെള്ളം കൊന്നു. ആ ഭാഗത്ത് ചുമ്മാ ഒരു സ്ട്രോക്ക് പോലെ തലയിൽ ഞരമ്പിലിടിച്ച് കയറിയതാ. ചെറുത് മതിയില്ലേ നമ്മളെ കൊണ്ട് കിടത്താൻ? അങ്ങനെ വലിയ വലിയ അദാബുകൾ അല്ലാഹു മാറ്റിത്തരും. അവിടെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ, ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ, അവിടെ അവർക്ക് വേണ്ടി, അവരുടെ ആഫിയത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വയനാടിന് വേണ്ടി ദുആ ചെയ്യണം. ഇന്നത്തെ 3 സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ദുആ വയനാടിന് വേണ്ടിയാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ദുആയിൽ അവരെ ഉൾപ്പെടുത്തുക. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്യാൻ മരണപ്പെട്ട മാതാവിന് വേണ്ടി, പിതാവിന് വേണ്ടി 500 രൂപ, ഒരു സഹോദരൻ 100 രൂപ. വേങ്ങാട്ടുശ്ശേരി ജമാഅത്തിൽപ്പെട്ട തോലക്കര വീട്ടിൽ യൂസുഫ് എന്നവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സഹോദരി രോഗിയായിട്ട് ഹോസ്പിറ്റലിലാണ്. നമ്മുടെ മഹല്ലിൽപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഉമ്മയാണ്. അവർ ഒന്ന് വീണൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് എത്രയും പെട്ടെന്ന് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. മരണപ്പെട്ട മാതാവിനും പിതാവിനും വേണ്ടി 500 രൂപ, ഒരു സഹോദരി 100 രൂപ. അല്ലാഹു അതെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ കമ്പനികളിൽ, നിങ്ങളുടെ കടകളിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമായ്ക്ക് ശേഷം മുതൽ നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ നാട്ടിലെ പ്രവർത്തകരെന്നല്ല, നമ്മുടെ നാട്ടിലെ ഓരോ വ്യക്തികൾ ഒരുമിച്ച് കൂടി ഒരു സംഘം നിങ്ങളുടെ വീടുകളിൽ വരും. നിങ്ങൾക്ക്
കൈ ഒഴിയരുത്. നിങ്ങൾക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റുന്നത് ഇപ്പൊ കൊടുക്കണം. നാളെയാണെങ്കിൽ നാളെ, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ആ പൈസ കളക്ട് ചെയ്ത് വെച്ച് നല്ലൊരു ഭവനം നാളെ നമ്മൾ മരിച്ചു കിടക്കുമ്പോ നമുക്ക് ആശ്വസിക്കാനും. അള്ളാഹു പറയാ, അങ്ങനെ ഒരാൾക്ക് നീ ഒരു വീട് പണിഞ്ഞു കൊടുത്താൽ നാളെ സ്വർഗത്തിൽ നിനക്കൊരു വീട് ഞാൻ പണിഞ്ഞു തരാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങനെ ഒരുമിച്ച് കൂടിയവർക്കും അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കും ആരെല്ലാം അവരെ സഹായിക്കാമെന്ന് പറഞ്ഞ് വലുത് മുതൽ ചെറുത് വരെ ഈ സെക്കൻഡ് വരെ മുന്നോട്ട് വന്ന അയൽ രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ മുഴുവൻ പേർക്കും, സമ്പന്നന്മാർ, സാമ്പത്തികമില്ലാത്തവർ, ചായക്കടയിൽ കച്ചവടം നടത്തായിരുന്ന ഒരു ഉമ്മ 10,000 രൂപ പലിശയ്ക്ക് വേണ്ടി ബാങ്കിൽ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന 10,000 രൂപ, ആ 10,000 രൂപ ബാങ്കിൽ വെച്ചുകൊണ്ടിരുന്നപ്പോഴാ TV ഓണാക്കിയപ്പോ, ചായക്കടയിലെ ഉമ്മ TV ഓണാക്കിയപ്പോ കണ്ടത് വയനാടില് മലവെള്ളപ്പാച്ചിലാണ്. എല്ലാം പോയി. ഭർത്താവ് പറഞ്ഞു, മോളെ ആ പൈസ എടുത്തുകൊണ്ട് നേരെ കളക്ടറേറ്റിൽ പോ. അപ്പൊ ചോദിച്ചു, നമുക്ക് പലിശ അടയ്ക്കണ്ടേ? പലിശ ഒന്നും അടയ്ക്കണ്ട എന്ന് പറഞ്ഞ 10,000 രൂപയായിട്ട് ആ ഉമ്മ പോവുകയാണ്. 10ന്റെ പൈസ ബാക്കി വീട്ടിലില്ല. ഒരു വർത്താനം പറയുന്നുണ്ട്, ഈ 10,000 രൂപ എന്റെ അലമാരിയിലേക്ക് ഞാൻ വന്നടിച്ചു വീണ് മരിച്ചു പോയാലോ, ഇതിനേക്കാൾ ആ 10,000 രൂപ ഞാൻ അവിടെ കൊണ്ട് കൊടുത്താൽ ഏതെങ്കിലും പാവങ്ങൾ വല്ല വെള്ളവും കുടിച്ചോളൂല്ലേ? സൈനബ എന്ന് പറയുന്ന ഒരു ഉമ്മ പറഞ്ഞെങ്കിൽ എന്റെയും നിങ്ങളുടെയും അക്കൗണ്ടുകളിലും വീട്ടിന്റെ ഉള്ളിലും വെച്ചിരിക്കുന്ന സമ്പത്തിന്റെ മുഴുവനുമല്ല, 1% എടുത്ത് എണ്ണ തിട്ടപ്പെടുത്തിയിട്ട് ആ പാവങ്ങൾക്ക് നിങ്ങൾ കൊടുക്ക്. അള്ളാഹു ഒരിക്കലും കൈവിടില്ല. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ബിഹഖി സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സർവേയും ഭൂരേഖയും വകുപ്പ് കേരള സർക്കാർ നോട്ടീസ് വന്നിട്ടുണ്ട്. 1961 കേരള സർവേയും അതിരടയാളവും ആക്ട് അനുസരിച്ച് എറണാകുളം ജില്ല, കുന്നനാട് താലൂക്ക്, മാറമ്പള്ളി വില്ലേജിൽ ഉൾപ്പെട്ടു വരുന്ന പ്രദേശങ്ങളിലെ ഡിജിറ്റൽ സർവേ ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള റെക്കോർഡുകളുടെ പ്രദർശനം താഴെ പറയുന്ന പ്രകാരം ഉടമസ്ഥർക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. തീയതി 2024 ആഗസ്റ്റ് മാസം 1 തീയതി മുതൽ ആഗസ്റ്റ് മാസം 31 തീയതി വരെയാണ്. സ്ഥലം വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് അൽ മുബാറക് സ്കൂളിന് സമീപമുള്ള അങ്കനവാടിയുടെ 1ാം നിലയിൽ. ഹെഡ് സർവേയിൽ ഡിജിറ്റൽ സർവേ മാറമ്പള്ളി വില്ലേജ് അറിയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ ത്വയ്യിബൻ മുബാറക ജസീലൻ ജമീലാ ദായിമൻ ബിദവാമി മുൽക്കില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹ് ഖബൂൽ ചെയ്യണേ അല്ലാഹ്, ഈ ഒരുമിച്ച് കൂടൽ കബൂലാക്കണേ അല്ലാഹ്. വയനാട് ജില്ലയിൽ പരീക്ഷണം കൊടുത്തത് നീയാണ്, അവരെ സഹായിക്കാൻ നീയല്ലാതെ ആരുമില്ല അല്ലാഹ്. പാതിരാത്രി ഞങ്ങൾ ഉറങ്ങുന്നത് പോലെ സുഖമോടെ നല്ല റാഹത്തായി കിടന്ന കുഞ്ഞുങ്ങളുണ്ട്, ഉപ്പമാരുണ്ട്, പ്രായമുള്ളവരുണ്ട്. ഞങ്ങളെ സഹോദരങ്ങൾ, സഹോദരിമാരെല്ലാ ദിവസവും ഞങ്ങൾ കിടക്കുന്നത് പോലെ കിടന്നതാണ്. ഒന്ന് എഴുന്നേക്കാൻ പോലുമുള്ള സമയം കിട്ടാതെ ചെളിയും കല്ലും മണ്ണും വലിയ പാറക്കെട്ടുകളും വന്ന് ആഞ്ഞു പതിച്ചിട്ട്, ആ ആഞ്ഞു പതിച്ചതിന്റെ ആഘാതത്താൽ ചാലിയാർ പുഴയിലൂടെ അവർ മയ്യത്തുകളായി ഒഴുകിയെത്തിയ നിലമ്പൂരിന്റെ കാടുകളിലും വനങ്ങളിലുമാണ്. അവരിൽ മയ്യത്ത് അങ്ങനെ തന്നെ കിട്ടിയവരുണ്ട്, കൈകാലുകൾ കിട്ടിയവരുണ്ട്, ചന്ന ഭിന്നമായി പോയവരുണ്ട്, കുഞ്ഞുങ്ങൾ മരിച്ചു പോയിട്ട് മാതാവ് ബാക്കിയായവരുണ്ട്, എല്ലാം പോയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നവരുണ്ട്. പടച്ചവനെ, ഇപ്പോഴും എൻ്റെ ഉപ്പാനെ കിട്ടിയില്ല, എൻ്റെ മോളെ കിട്ടിയില്ല, എൻ്റെ ഭാര്യയെ കിട്ടിയില്ല എന്ന് നിലവിളിക്കുന്നവരുണ്ട്. സമാധാനം നീ കൊടുക്കണേ അല്ലാ, സമാധാനം നീ കൊടുക്കണേ അല്ലാ, സമാധാനം നീ കൊടുക്കണേ അല്ലാ. ഇങ്ങനെ ഒന്ന് ദുആ ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ എങ്ങനെ മനുഷ്യരാകുമല്ലാ? അവർക്ക് വേണ്ടി ഒന്ന് കണ്ണുനീര് വാർത്ത്, അവർക്ക് വേണ്ടി ഒന്ന് നിലകൊള്ളാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. 4-5 ലക്ഷം രൂപയോളം ഞങ്ങളെ പാവങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ സാധുക്കൾ കൈപൊക്കിയിട്ടുണ്ട്, ഓരോ വീടുകളും തരാൻ തയ്യാറായിരിക്കുന്നുണ്ട്. റബ്ബേ,
റബ്ബേ ഒരു വീടല്ല, അവർക്ക് ആവശ്യമായ എന്തെല്ലാം ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാ, വയനാടിന്റെ മുണ്ടക്കൈയുടെ താഴെയുള്ള ആ മുഴുവൻ പ്രദേശങ്ങളും പുഞ്ചിരിപ്പാടം എന്ന് പറയുന്ന ആ പുഞ്ചിരിയെല്ലാം മാഞ്ഞു പോയി കണ്ണീർ കാടായി മാറുകയാ അല്ലാ. അവർക്ക് സമാധാനം നൽകണേ അല്ലാ. അവർക്കൊരു നല്ല സംവിധാനം പകരം നൽകണേ അല്ലാ. സ്കൂളും പോയി, മക്കളും പോയി, അധ്യാപകരും പോയി, പുസ്തകവും പോയി, ബാഗും പോയി, അവർക്കാരുമില്ല. അവരെ കൈപിടിച്ചൊന്ന് സമാധാനിപ്പിക്കാൻ ആര് ചെന്നിട്ടും കണ്ണുനീര് തോരുന്നില്ല. നീയല്ലാതെ ആർക്കും അതിന് കഴിയില്ല അല്ലാ. മരിച്ച മയ്യത്തുകൾ എത്രയാ, മണ്ണിന്റെ അടിയിൽ, ചെളിയിന്റെ അടിയിൽ, വായ്ക്കകത്തും മൂക്കിന്റെ അകത്തും കണ്ണിന്റെ ഉള്ളും കയറിയിട്ടുണ്ടാകൂലേ റബ്ബേ. ഞങ്ങളെ വീട്ടിൽ ഓടിക്കളിക്കുന്ന കുഞ്ഞുമക്കളെ പോലെ എത്ര കുഞ്ഞുമക്കളാ ആ വേദന തിന്നത്. വെള്ളത്തിന്റെ അടിയിൽ ഒഴുകിപ്പോകുമ്പോ അവസാന ശ്വാസം പോകുമ്പോൾ അവർ അനുഭവിച്ച വേദന എത്രയാ. പടച്ചവനെ, ഒരുപാട് തെറ്റുകളൊന്നും ചെയ്യാതെ അന്നന്ന് അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന പാവങ്ങളാ നാട്ടുകാര് മുഴുവനും. നീ കൊടുത്ത പരീക്ഷണത്തിൽ ക്ഷമിക്കാൻ നീ തൗഫീഖ് കൊടുക്കണേ റബ്ബേ. മരിച്ചുപോയവർക്ക് ഷഹീദിന്റെ കൂലി നീ നൽകണേ റബ്ബേ. പകരം നീ കൊടുക്കണേ അല്ലാ. ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും കൊടുക്കണേ അല്ലാ. അവരെ സ്വർഗത്തിലാക്കണേ റബ്ബേ. അവരെ ഇനി പരീക്ഷിക്കില്ലേ റബ്ബേ. ഇനിയും അവിടെ മഴ പെയ്യിപ്പിച്ചവരുടെ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ ഇടവരുത്തല്ലേ അല്ലാ. ഇന്ന് ലോകം മുഴുവനും കൈ നീട്ടുന്നതാ നാടിന് വേണ്ടിയാ അല്ലാ. ഞങ്ങളെ കൈയും അവർക്ക് വേണ്ടി നീട്ടുമ്പോ നീ തട്ടല്ലേ റബ്ബേ. ഞങ്ങളെ നാടിനെയും കാക്കണേ റബ്ബേ. ഞങ്ങളും പുഴയുടെ തീരത്താണല്ലാ. ഒരു വെള്ളപ്പൊക്കത്തിന്റെ വേദന മാറിയിട്ടില്ല റബ്ബേ. ഒരു കോവിഡിന്റെ ക്ഷീണം മാറിയിട്ടില്ല റബ്ബേ. തകർക്കല്ലേ റബ്ബേ, തളർത്തല്ലേ അല്ലാ, ഇല്ലാതാക്കി കളയല്ലേ റബ്ബേ. ചെയ്തു പോയ പാപങ്ങൾക്ക് പകരമാണ് നിന്റെ ഈ അദാബെങ്കിൽ പുറത്തു തരണേ റബ്ബേ. ഞങ്ങൾ കാണാനും പഠിക്കാനും വേണ്ടിയാണെങ്കിൽ അങ്ങനെയുള്ളൊരു ഹൃദയം നൽകണേ